നമസ്കാരം. GST പുതിയൊരു സർക്കുലർ കൂടി വന്നിരിക്കുകയാണ്. സർക്കുലർ നമ്പർ 231 സെപ്റ്റംബർ 10, 2024. ഇത് പ്രകാരം ഡെമോ കാറുകൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാമോ എന്നുള്ളതായിരുന്നു സംശയം. ബിസിനസ് പർപ്പസിന് വേണ്ടിയാണ് ഡെമോ കാറുകൾ ഡെമോ നടത്തുന്നതും ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്നത് എങ്കിൽ കൂടി ITC പറ്റുമോ എന്നുള്ള സംശയമുണ്ടായിരുന്നു. വിവിധ സംസ്ഥാനങ്ങൾ അഡ്വാൻസ് റൂളിങ്ങിന് പല ഡീലർമാർ പോയപ്പോൾ പല രീതിയിലുള്ള ക്ലാരിഫിക്കേഷൻസ് ആണ് അല്ലെങ്കിൽ അഡ്വാൻസ് റൂളിംഗ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നത്. ചില സ്റ്റേറ്റുകൾ പറഞ്ഞു ITC എലിജിബിൾ ആണെന്നും മറ്റു ചിലവർ എലിജിബിൾ അല്ല എന്നും പറഞ്ഞു. എങ്കിലും ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഈ പുതിയ സർക്കുലർ വഴി ഇതിനൊരു കൺഫർമേഷൻ കൊടുത്തിരിക്കുകയാണ്. ഓട്ടോമൊബൈൽ ഡീലർമാര് കാറുകൾ കൊണ്ടുവന്ന് ഡെമോ നടത്തുമ്പോൾ അതും ബിസിനസ് പർപ്പസിന് വേണ്ടി തന്നെയാണെന്നും അതിന്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാം എന്നുള്ളതാണ് അവസാനമായി പറഞ്ഞിരിക്കുന്ന ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ കൺഫർമേഷൻ. ഒരു സിറ്റുവേഷനിൽ മാത്രമേ ITC എടുക്കുവാൻ പറ്റില്ലാത്ത സന്ദർഭമുള്ളൂ. അത് ഏതാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ BMW കാർ കേരളത്തിലുള്ള ഡീലർ മാർക്കറ്റ് ചെയ്യുകയാണ്. ഇതുവഴി BMW ഒരു കാർ GST സഫർ ചെയ്ത് കേരളത്തിൽ കൊണ്ടുവന്ന് ആ കമ്പനിക്ക് വേണ്ടി ഇവിടെ ഡെമോ നടത്തുന്നു അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവിന് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നു. അത് താല്പര്യപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ വെളിച്ചത്തിൽ സബ്സിക്വൻ്റ് ആയിട്ട് ഈ കസ്റ്റമർ പുതിയ ഒരു BMW കാർ ബുക്ക് ചെയ്യുന്നു. പക്ഷേ അത് കേരളത്തിൽ നിന്നല്ല ബില്ല് ചെയ്യുന്നത്, മറിച്ച് മാനുഫാക്ചറിങ് കമ്പനിയുടെ പ്രൊമിസസിൽ നിന്ന് തന്നെ നേരിട്ട് കസ്റ്റമർക്ക് ബില്ല് ചെയ്ത് പോവുകയാണ്. ഈ സിറ്റുവേഷനിൽ ഒരു ക്യാൻവാസിംഗ് ഏജന്റ് അല്ലെങ്കിൽ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് മാത്രമാണ് നമ്മുടെ ഡീലർ ഇവിടെ ആക്ട് ചെയ്യുന്നുള്ളൂ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് എടുക്കുവാൻ സാധിക്കില്ല. കാരണം ഈ സിറ്റുവേഷനിൽ ഈ ഡീലർക്ക് ഒരു പർച്ചേസോ ഒരു സെയിലോ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ചുരുക്കം. മറ്റെല്ലാ സിറ്റുവേഷനിലും ITC എടുക്കുവാൻ ഡീലർമാർക്ക് സാധിക്കും. കാരണം ആ ഡെമോ കാറുകൾ ഡെമോ നടത്തിയതിന് ശേഷം മാത്രമാണ് നമുക്ക് സെയിൽ ക്യാൻവാസ് ചെയ്യാനും ടാക്സ് അടയ്ക്കുവാനും സെയിൽസ് പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഫർദറൻസ് ഓഫ് ബിസിനസ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് പുതിയ സർക്കുലറും പുതിയ കൺഫർമേഷൻ. താങ്ക് യു.